Hi students, welcome to the lecture. Today we will be dealing with Coyer's theorem. Coyer's theorem was a requested topic. So ഇത് നമുക്ക് എൻവയോൺമെൻറ്റൽ എക്കണോമിക്സിലാണ് നമ്മൾ പ്രധാനമായിട്ട് Coyer's തിയറത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മൈക്രോയിലെ എക്സ്റ്റേണാലിറ്റി പഠിക്കുമ്പോഴും നമ്മൾ Coyer's തിയറം കൂടുതലായിട്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ഈ Coyer's തിയറം എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എക്സ്റ്റേണാലിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും എന്തായിരിക്കും പ്രൈസ് വെച്ചിട്ട് കോസ്റ്റും ബെനിഫിറ്റും നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ വരും. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഒരു സാധനത്തിൻ്റെ കോസ്റ്റ് തീരുമാനിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന ബെനിഫിറ്റ് തീരുമാനിക്കുന്നതും എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷേ ചില കേസുകളിൽ നമുക്ക് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവ തീരുമാനിക്കപ്പെടാതെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്റ്റേണാലിറ്റി അത് വരുമ്പോൾ എന്താണ്, കൺസപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റേണാലിറ്റി ഉണ്ട്, പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റേണാലിറ്റി ഉണ്ട്. അതിനകത്ത് തന്നെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തായിരിക്കും, ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതേസമയം നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കോസ്റ്റ്, സൊസൈറ്റി കോസ്റ്റ് എൻക്വയർ ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷനും എക്സ്റ്റേണാലിറ്റി ഉണ്ട്, കൺസപ്ഷൻ എക്സ്റ്റേണാലിറ്റി ഉണ്ട്. പ്രൊഡക്ഷൻ എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ രണ്ട് ഇൻഡസ്ട്രീസ് കൺസിഡർ ചെയ്യാം. എന്താണ്, രണ്ട് ഇൻഡസ്ട്രീസ് അല്ലേ. അപ്പോൾ രണ്ട് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏതൊക്കെ ഇൻഡസ്ട്രീസ് എടുക്കാം? ഒരു എന്താണ്, മറൈൻ ഇൻഡസ്ട്രീസും മറൈൻ അല്ലെങ്കിൽ എന്താണ് ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയും, അത് ഏതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഡസ്ട്രി. പിന്നെ സെക്കൻഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റീൽ ഇൻഡസ്ട്രിയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിരിക്കുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു നദിയുടെ തീരത്താണ്. ഓക്കെ, നദിയുടെ തീരത്ത് അല്ലെങ്കിൽ എന്താണ്, കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്താണ് എന്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്, സ്റ്റീൽ ഇൻഡസ്ട്രി സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അസ്യൂം ചെയ്യുക. അപ്പോൾ അത് ഈ റിവർ സൈഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റിവർ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മറൈൻ എന്ന് പറയില്ലാത്തതുകൊണ്ടാണ് ഞാൻ കടലുമായിട്ട് ബന്ധപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് വേണമെന്ന് രണ്ട് ഇൻഡസ്ട്രി എടുക്കാം. ഒന്ന് ഫിഷറീസ് എടുത്തോ, അതാണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് മറൈൻ വി വിൽ ബി റൈറ്റിംഗ് എന്താണ്, ഫിഷറീസ് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ നോക്കിക്കേ, നമുക്ക് രണ്ട് ഇൻഡസ്ട്രീസ് ആണ് ഉള്ളത്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫിഷറീസ് ആണ്. ഓക്കെ, ഒന്നാമത്തേത് ഫിഷറീസ് ആണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, സ്റ്റീൽ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ രണ്ട് ഇൻഡസ്ട്രി ഉണ്ട്. അപ്പോൾ ഈ സ്റ്റീൽ ഇൻഡസ്ട്രി എന്ത് ചെയ്തു, ഈ നദിയുടെ തീരത്ത് നിന്ന് എന്താണ് പ്രൊഡക്ഷനൊക്കെ നടത്തി കഴിഞ്ഞിട്ട് വേസ്റ്റ് ഉണ്ടായപ്പോഴത്തേക്ക് ആ വേസ്റ്റ് എടുത്ത് എവിടെ കൊണ്ട് ഡംപ് ചെയ്തു, ഈ റിവറിലോട്ടേക്ക് ഡംപ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ്, ആ സ്റ്റീൽ ഇൻഡസ്ട്രിക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താണ്, ഈ റിവറിൽ പൊല്യൂട്ടഡ് ആയി. അപ്പോൾ ഈ റിവർ പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ റിവറിൽ നിന്ന് മീൻ പിടിക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ മീൻ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മീനിന് പല രീതിക്കുള്ള പ്രശ്നങ്ങൾ വരുന്നു. അതുപോലെ തന്നെ ആ വെള്ളം പൊല്യൂട്ടഡ് ആവുന്നത് കൊണ്ട് നമുക്ക് ഹെൽത്ത് ഇൻഫെക്ഷൻസ് വരുന്നു. അപ്പോൾ ഈ ഫിഷറിക്ക്, അപ്പോൾ അതെന്താണ്, നമ്മുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു എക്സ്റ്റേണാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്താ ഉണ്ടായിരിക്കുന്നത്, കോസ്റ്റാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ആർക്കാണ് കോസ്റ്റ് ഉണ്ടായിരിക്കുന്നത്, ഈ ഫിഷറിക്കാണ് കോസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഫിഷേഴ്സ് എന്താണ്, ഡയറക്റ്റായിട്ട് അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്താണ്, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയിൽ വന്നിരിക്കുന്നതാണിത്. നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയിൽ ഏതായിട്ടാണ് വന്നിരിക്കുന്നത്, പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയിൽ കൺസപ്ഷൻ ഉണ്ട്. ഞാൻ ഇതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്, എക്സ്റ്റേണാലിറ്റീസ് അറിയില്ലാത്ത കുട്ടികളുണ്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ജസ്റ്റ് അറിഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോകാം എന്നോർത്താണ് ഞാനിപ്പോൾ അത് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എക്സ്റ്റേണാലിറ്റിക്ക് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള എക്സ്റ്റേണാലിറ്റി, നെഗറ്റീവായിട്ടുള്ള എക്സ്റ്റേണാലിറ്റിയും പറഞ്ഞു. അതിൽ നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്റ്റേണാലിറ്റിയിൽ കോസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ അവിടെ പ്രൊഡക്ഷൻ പറഞ്ഞു. അതുപോലെ തന്നെ കൺസപ്ഷൻ ഉണ്ട്. കൺസപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്മോക്ക് ചെയ്തിരിക്കുന്ന ആളും അല്ലാതെ സ്മോക്ക് ചെയ്യാത്ത ഒരാളും നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ആൾ എന്നാ ചെയ്യും, അയാൾ എന്താണ്, പുക വലിച്ചിട്ട് അതിൻ്റെ ആ ഒരു പുക പുറത്തോട്ടേക്ക് വിടുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, അത് പാസീവായിട്ട് ആ പുക വലിക്കാത്ത ആളുടെ ശ്വാസത്തിലോട്ടേക്കും കൂടി പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അയാൾ ഒന്നും ചെയ്യാതെ തന്നെ അയാൾക്ക് എന്തുണ്ടായിട്ടുണ്ട്, എന്നാണ്, കോസ്റ്റ് ഉണ്ടാവുകയാണ് ചെയ്തത്. അയാൾക്ക് ഹെൽത്ത് ഇൻഫെക്ഷൻസ് വരുന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകുന്നു. അപ്പോൾ അതെന്താണ്, കൺസപ്ഷനിലുള്ള നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്. ഇതേപോലെ തന്നെ പ്രൊഡക്ഷനിലും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വഴിയേ ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എക്സ്റ്റേണാലിറ്റി എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ പ്രൊഡക്ഷനിലും ഉണ്ട്, കൺസപ്ഷനിലും ഉണ്ട്. ആ പ്രൊഡക്ഷനിൽ തന്നെ പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്, കൺസപ്ഷനിലും പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഓൺ ദി കമൻറ്റ് സെക്ഷൻ ബിലോ. ഓക്കെ, അപ്പോൾ നമുക്ക്
എന്ത് ചെയ്യാം, ക്വയേഴ്സ് തിയറത്തിലോട്ടേക്ക് പോകാം കേട്ടോ. അപ്പോൾ ക്വയേഴ്സ് തിയറമാണ് നമ്മുടെ ടോപ്പിക്ക്. ക്വയേഴ്സ് തിയറം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ക്വയേഴ്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? ഡൊണാൾഡ് ക്വയേഴ്സ്. ഓക്കെ, ഡൊണാൾഡ് ക്വയേഴ്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്കണോമിക് തിയറി എന്താണ് കാണിച്ചു തരുന്നത്? നമ്മൾ ഒരു എക്സ്റ്റേണാലിറ്റിയുടെ കേസ് പറഞ്ഞല്ലേ, ഈ എക്സ്റ്റേണാലിറ്റീസിന് സ്പിൽ ഓവർ എഫക്ട്സ് ഉണ്ട്. ഓക്കെ, അതായത് എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന മൂന്നാമത് ഒരാളെയും കൂടി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇറ്റ് ഹാസ് എ സ്പിൽ ഓവർ എഫക്റ്റ് ഓൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് തേർഡ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ സ്പിൽ ഓവർ എഫക്ട്സിനെ നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലില്ലാതെ ഈ ഒരു സ്പിൽ ഓവർ എഫക്റ്റിനെ സോൾവ് ചെയ്യുന്ന ഒരു എക്കണോമിക് തിയറിയാണ് എന്തെന്ന് പറയുന്നത്? ക്വയേഴ്സ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ക്വയേഴ്സ് തിയറം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡൊണാൾഡ് ക്വയേഴ്സ് ആണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തുണ്ട്? എക്സ്റ്റേണാലിറ്റീസ് ഉണ്ട്. എന്താണ് മക്കളെ? എക്സ്റ്റേണാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ എക്സ്റ്റേണാലിറ്റീസിൻ്റെ പ്രത്യേകത എന്താ? ഈ എക്സ്റ്റേണാലിറ്റീസ് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ഇത് ആരെ എഫക്റ്റ് ചെയ്യും? മറ്റൊരു മൂന്നാമത് ഒരാളെയും കൂടി എഫക്റ്റ് ചെയ്യും. തേർഡ് പാർട്ടീനെ എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ തേർഡ് പാർട്ടീനെ എഫക്റ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻ ഇല്ലാതെ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്? ഈ ക്വയേഴ്സ് തിയറം വന്നിരിക്കുന്നത്. അപ്പോൾ ക്വയേഴ്സ് തിയറം എന്ന് പറഞ്ഞിരിക്കുന്നത് മെയിനായിട്ട് നമുക്ക് തരുന്നൊരു ഇൻസൈറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് രണ്ട് സൈഡിലുള്ള ആൾക്കാരും കൂടി വന്നിട്ട് എന്ത് ചെയ്ത് ചർച്ച ചെയ്തിട്ട് മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഈ എക്സ്റ്റേണാലിറ്റീസിന് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വയേഴ്സ് തിയറം പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ്? എക്സ്റ്റേണാലിറ്റി ഉണ്ടാവും. അപ്പോൾ ആ എക്സ്റ്റേണാലിറ്റി മൂന്നാമതൊരാളും കൂടി എഫക്റ്റ് ചെയ്യും. അങ്ങനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻ ഇല്ലാതെ നമുക്കത് സോൾവ് ചെയ്യണം. അങ്ങനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് പാർട്ടീനെയും എന്ത് ചെയ്യണം? ഈക്വലായിട്ട് ബെനിഫിറ്റ് ചെയ്യുന്നതാവണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? ഒരു പ്രതിസ്ഥാനം ഉണ്ട്, വാദിസ്ഥാനം ഉണ്ടല്ലോ, രണ്ട് സൈഡ് ഉണ്ടല്ലോ. അപ്പോൾ ആ രണ്ട് സൈഡിലും ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് അസംഷൻസ് ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. എന്താണ്? രണ്ട് അസംഷൻസ് ആണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് അസംഷൻസ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നെഗോസിയേഷൻ കോസ്റ്റ് ആണ്. ഓക്കെ, എന്താണ്? നെഗോസിയേഷൻ കോസ്റ്റ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ അസംഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അസംഷൻ ഇല്ലാതെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് നെഗോസിയേഷൻ കോസ്റ്റ് ആണ്. നെഗോസിയേഷൻ കോസ്റ്റ് എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നെഗോസിയേഷൻ കോസ്റ്റ്, അതായത് ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് തുക, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ കുറവായിരിക്കണം. ഓക്കെ, അതായത് നമ്മൾക്ക് ഗെയിനും ഉണ്ട് ലോസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗെയിനിനേക്കാളും കുറവായിരിക്കണം നെഗോസിയേഷൻ കോസ്റ്റ്. അതായത് ഈ ഒരു എക്സ്റ്റേണാലിറ്റി റിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇവരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഉണ്ടായിരിക്കുന്ന കോസ്റ്റിനേക്കാളും എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ഓക്കെ, പൊട്ടൻഷ്യൽ ഗെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കണം? നമുക്ക് ഉണ്ടാവുന്ന കോസ്റ്റിനേക്കാളും കൂടുതലാണ്. നമ്മൾ രണ്ടുപേര് തമ്മിൽ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സമയം നഷ്ടമാണ് അല്ലേ? സമയം നഷ്ടമാണ്. നമ്മുടെ മറ്റു കാര്യങ്ങളിലുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ കോസ്റ്റ് അല്ലെങ്കിൽ ഈ നഷ്ടങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ നെഗോസിയേഷൻ നടത്തിയത് വഴി ഉണ്ടാകുന്ന ഗെയിനിനേക്കാളും കുറവായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നെഗോസിയേഷൻ പോസിബിൾ ആവുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ ഒന്നാമത്തെ അസംഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ അസംഷൻ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ അസംഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ്. എന്താണ്? പ്രോപ്പർട്ടി റൈറ്റ്സ്. ഓക്കെ, അതാണ് രണ്ടാമത്തെ അസംഷൻ. പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് നമ്മുടെ രണ്ടാമത്തെ അസംഷൻ. അപ്പോൾ പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ കേസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. സെക്യൂർ ആയിട്ടുള്ള റൈറ്റ്സ് ആയിരിക്കണം. വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഓക്കെ, പ്രോപ്പർട്ടി റൈറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതേപോലെ തന്നെ എന്തായിരിക്കണം? സെക്യൂർ ആയിരിക്കണം. ഓക്കെ, this means that there should be clear owner of the property. ഒരു പ്രോപ്പർട്ടി ഇപ്പം നമ്മൾ രണ്ട് പേർക്ക് തമ്മിൽ പ്രോപ്പർട്ടി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കറക്റ്റായിട്ട് എഴുതി തിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അത് സെക്യൂർ ആയിരിക്കണം. അതേപോലെ തന്നെ അതിനൊരു ക്ലിയർ ഓണർ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ്? അങ്ങനെ ഒരു ക്ലിയർ ഓണർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ആൾക്കാരെ അത് ഉപയോഗിക്കുന്നതിൽ നിന്ന് അവരെ പുറന്തള്ളാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രോപ്പർട്ടി റൈറ്റ്സ് നിർബന്ധമായിട്ട് നമുക്ക് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് അസംഷൻസ് ഉണ്ടെങ്കിൽ
എങ്കിൽ മാത്രമാണ് നമുക്ക് കൊയേഴ്സ് തിയറം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാണ്, കൊയേഴ്സ് തിയറം എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ്റ്റേണാലിറ്റി കാരണം എന്താണ് തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിക്ക് പ്രശ്നമുണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ എക്സ്റ്റേണാലിറ്റിനെ നമ്മൾ റിസോൾവ് ചെയ്യണം. അങ്ങനെ റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊയേഴ്സ് തിയറം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ വേണം നമ്മൾക്ക് അത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തായിരിക്കണം, നമ്മൾ നെഗോസിയേഷനും പ്രോപ്പർട്ടി റൈറ്റ്സും ഒക്കെ ബേസ് ചെയ്തിട്ട് രണ്ട് സൈഡിലും എന്തായിരിക്കണം ഉണ്ടാവേണ്ടത്, ടോട്ടലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും രണ്ട് സൈഡിലും ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കൊയേഴ്സ് തിയറം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് കൊയേഴ്സ് തിയറത്തിൻ്റെ ഒരു എന്താ പറയുക മെയിൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കൊരു സെനാരിയോ ബേസ് ചെയ്തിട്ട് ഇത് ഒന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആകും എന്താണ് നമ്മളിവിടെ പറയുന്നതെന്ന്. ഞാനിവിടെ PPT കൊടുക്കാത്തതിൻ്റെ പ്രധാന കാരണം PPT വായിച്ച് പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കുറച്ച് പേര് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് എഴുതാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ PPT അതുകൊണ്ടാണ് തരാത്തത്. ഓക്കെ, ഇഫ് യു നീഡ് you can directly mail me on my mail ID which is already given in the thumbnail. അപ്പോൾ തംബ്നെയിലിൽ മെയിൽ ID ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് എടുത്തിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ PPT സെൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സെനാരിയോ എന്താണെന്ന് നോക്കാം. ഒരു ഫാക്ടറി എന്താണ് ഒരു ഗ്രാമത്തിൽ നമ്മൾ ഒരു ഫാക്ടറി സിറ്റുവേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ കഥ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഒരു ഫാക്ടറി എന്ത് ചെയ്തു, ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ ഒരു ഫാക്ടറി നമ്മൾ നിർമ്മിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഫാക്ടറി എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ വലിയ നോയ്സ് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ്. ഓക്കെ, അത് എപ്പം പ്രവർത്തിക്കാൻ തുടങ്ങിയാലും ഭയങ്കര നോയ്സ് പൊല്യൂഷനാണ്. അത് മാത്രമല്ല അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ സമാധാനം വരെ കളയുന്ന ഒരു ഫാക്ടറി ആയിരുന്നു അത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സെനാരിയോയിൽ നമ്മുടെ മുകളിൽ പറഞ്ഞ രണ്ട് അസംഷൻസ് ഏതൊക്കെയാണ്? നമ്മുടെ രണ്ട് അസംഷൻസ്, ഒന്നെന്താ നെഗോസിയേഷൻ കോസ്റ്റ് ആണ് അല്ലേ, രണ്ടാമത്തെ എന്താണ് പ്രോപ്പർട്ടി റൈറ്റ്സ്. അത് രണ്ടും ഇവിടെ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അത് രണ്ട് അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊണ്ടുവരികയും ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഒരു ഫാക്ടറി ഓണർ ഈ നോയ്സ് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണ്. ഓക്കെ, ദ ഫാക്ടറി ഓണർ ഈസ് വില്ലിംഗ് ടു ഇൻവെസ്റ്റ് ഓൺ ടെക്നോളജി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടെക്നോളജിയിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ടു റെഡ്യൂസ് എന്താണ്, നോയ്സ് പൊല്യൂഷൻ. അയാൾ എന്ത് ചെയ്യാനായിട്ട് തയ്യാറാണ്? ഈ നോയ്സ് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ടെക്നോളജി അയാൾക്ക് അവിടെ ഉപയോഗിക്കാനായിട്ട് തയ്യാറാണ് അയാൾ. ഓക്കെ, ഓർ ടു റെഡ്യൂസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, ഒന്നെങ്കിൽ അയാൾ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഒരു നോയ്സ് പൊല്യൂഷൻ കുറയ്ക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് ലൈക്ക് എന്താ നമ്മൾ പറയുന്നത്, ദ പ്രോപ്പർട്ടി ഓണർ മേ എഗ്രി ടു ഇൻവെസ്റ്റ് ഇൻ ദ നോയ്സ് റിഡക്ഷൻ ടെക്നോളജി ഓർ റെഡ്യൂസ് ദ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് ഇഫ് ദ റെസിഡൻസ് ആർ വില്ലിംഗ് ടു പേ ഫോർ ദ ലോസ് ഓഫ് ദ ഫാക്ടറി ഓണർ. അപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒന്നെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ടെക്നോളജി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യും, വേണ്ടാന്ന് വെക്കും. ടെക്നോളജി എന്ന് പറഞ്ഞിരിക്കുന്നത് അയാൾ മേടിച്ച് നോയ്സ് പൊല്യൂഷൻ വേണ്ട അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ ഔട്ട്പുട്ടിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞു ഒരു ഫാക്ടറിയാണ് അല്ലേ, നമ്മൾ ഒരു സ്റ്റീൽ ഫാക്ടറിയാണ് വെച്ചേക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റീലിൻ്റെ പ്രൊഡക്ഷൻ അയാൾ കുറയ്ക്കാനായിട്ട് താല്പര്യപ്പെടും. അപ്പോൾ അയാളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന അത്രയും ആൾക്കാർ അയാൾക്കുണ്ടാകുന്ന ആ നഷ്ടത്തിന് എന്ത് ചെയ്യണം, അതിന് പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് തയ്യാറാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് റെഡിയാണെന്നാണ് അയാൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബെനിഫിറ്റും കോസ്റ്റും എന്ത് ചെയ്യും, നോക്കും. ഓക്കെ, അപ്പോൾ ബെനിഫിറ്റും കോസ്റ്റും നോക്കാനായിട്ട് ആണ് ഇനി നമ്മൾ പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ എക്സ് ആക്സിസിൽ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഔട്ട്പുട്ടാണ്, വൈ ആക്സിസിൽ ബെനിഫിറ്റ്സ് ആൻഡ് പ്രൈസ് ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നേരത്തെ നോയ്സ് പൊല്യൂഷനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഫേം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആ ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് Q1 ഔട്ട്പുട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഫാക്ടറി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ Q1 ഔട്ട്പുട്ട് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് പ്രൈസിലാണ് നോക്കിക്കേ, ദേ ആർ പ്രൊഡ്യൂസിങ് ദാറ്റ് പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് വിത്ത് ദ പ്രൈസ് വിച്ച് ഈസ് ഈക്വൽ ടു P1 പ്രൈസിലാണ് അയാൾ എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അയാൾ അങ്ങനെ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, നോയ്സ് പൊല്യൂഷൻ ഭയങ്കരമായിട്ടും കൂടാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ അവിടെയുള്ള വില്ലേജേഴ്സ് എല്ലാവരും കൂടി വന്നു. അവർ പറഞ്ഞു, ഒന്നെങ്കിൽ നീ ഔട്ട്പുട്ടിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുക, അല്ലെങ്കിൽ നോയ്സ് പൊല്യൂഷനുള്ള ടെക്നോളജികൾ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞു, ഓക്കെ ഞാൻ സെറ്റ് ചെയ്യാം, ഞാൻ എല്ലാം സെറ്റാക്കാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കിവിടെ ഉണ്ടാകുന്ന നഷ്ടം നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ വില്ലേജേഴ്സ് ആലോചിക്കാൻ തുടങ്ങി അവർക്ക് ഇനി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും
എന്താണ് ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി ആര്, നമ്മുടെ ഈ പ്രൊഡ്യൂസർ, അയാളുടെ ഔട്ട്പുട്ട് ഈ Q1 നിന്ന് Q2 കുറച്ചു എന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ വില്ലേജേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ റെസിഡൻസിന് കിട്ടുന്ന ഗെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇത്രയും പോർഷനാണ്. ഇത്രയും പോർഷൻ അവർക്ക് എന്ത് ചെയ്തേക്കുവാണ്, ഗെയിനായിട്ട് കിട്ടുവാണ് ചെയ്യുന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് മാർജിനൽ ആദ്യം നമ്മുടെ പ്രൈവറ്റ് ബെനിഫിറ്റ് മാത്രമാണ് നോക്കിയത്. അപ്പോൾ മാർജിനൽ പ്രൈവറ്റ് ബെനിഫിറ്റ് വന്നിരിക്കുന്ന പോയിന്റ് ആയിരുന്നു ഈ E1 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു വ്യക്തി, അതായത് നമ്മുടെ പ്രൊഡ്യൂസർ Q1 നിന്ന് Q2 ഔട്ട്പുട്ട് കുറയ്ക്കാനായിട്ട് തീരുമാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, പ്രൈസ് അയാൾക്ക് കൂട്ടി വിൽക്കാനായിട്ടും സാധിക്കും. അതേപോലെ തന്നെ ഇവർക്ക് എന്താ ഉണ്ടാവുന്നത്, ഇവർക്ക് ഗെയിൻ ആണല്ലോ ഉണ്ടാകുന്നത്. അപ്പം PR നമ്മുടെ ഈ ഒരു പോർഷൻ, ഞാൻ ആ യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ആ റെസിഡൻസിനുണ്ടാകുന്ന ലാഭം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റെസിഡൻസ് നോക്കുവാണ്, അവരുടെ ലാഭമാണോ അതോ പൊല്യൂട്ടറിൻ്റെ ലോസ് ആണോ വലുതെന്നുള്ളത്. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ നമ്മുടെ റെസിഡൻസിൻ്റെ ഗെയിൻ ആണല്ലേ വലുത്. നമ്മുടെ പൊല്യൂട്ടറിൻ്റെ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, ഈ ഒരു പോർഷനാണ് പൊല്യൂട്ടറിൻ്റെ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പോർഷൻ അത് ഞാൻ വേറൊരു കളർ ഷെയ്ഡ് കൊടുക്കാം, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ പച്ച കളറുള്ള പോർഷനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ പൊല്യൂട്ടറിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൊല്യൂട്ടറിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ റെസിഡൻസിൻ്റെ ഗെയിനിനേക്കാളും വളരെ കുറവാണ്. അപ്പോൾ അവിടെ എന്താണ്, നെഗോസിയേഷൻ നടക്കും അല്ലേ. അപ്പോൾ അവർ നെഗോസിയേഷൻ നടത്തിയിട്ട് റെസിഡൻസ് ചെറിയൊരു എമൗണ്ട് ഇയാൾക്ക് കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഈ പൊല്യൂട്ടർ എന്ത് ചെയ്യും, അയാളുടെ പൊല്യൂട്ടറിന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൊഡ്യൂസറിനെയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രൊഡ്യൂസറിൻ്റെ ക്വാണ്ടിറ്റി Q1 നിന്ന് അയാൾ Q2 ആയിട്ട് കുറയ്ക്കുകയും ചെയ്യും, പ്രൈസ് P2 ആയിട്ട് റേസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അപ്പം ആർക്കാണ് ലാഭം കിട്ടിയിരിക്കുന്നത്, അയാൾക്ക് ലാഭം കിട്ടി. അതേപോലെ തന്നെ ആർക്ക് സംഭവിച്ചു, നമ്മുടെ റെസിഡൻസിന് എന്ത് ചെയ്തു, അവരുടെ ബെനിഫിറ്റും ഭയങ്കര കൂടുതലാണ്. അങ്ങനെ അവർ ഒപ്റ്റിമൽ സൊല്യൂഷനിലെത്തും. ഈ പോയിന്റ് ES എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അവരുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ, അല്ലെങ്കിൽ സോഷ്യൽ ഒപ്റ്റിമം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ മാർജിനൽ പ്രൈവറ്റ് ബെനിഫിറ്റും അല്ലെങ്കിൽ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും മാർജിനൽ സോഷ്യൽ കോസ്റ്റും ഈക്വലൻ്റ് ആവും. അപ്പോൾ അങ്ങനെ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും മാർജിനൽ സോഷ്യൽ കോസ്റ്റും ഈക്വലൻ്റ് ആവുന്ന പോയിന്റിലാണ് എന്ത് പറയുന്നത്, രണ്ടുപേർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള സൊല്യൂഷൻ പോസിബിൾ ആവുന്നത്. ഓക്കെ. ഇനി സപ്പോസ് ഇവിടെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി റൈറ്റ്സോ നെഗോസിയേഷൻ കോസ്റ്റോ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, പ്രൊഡ്യൂസറിനെ മയപ്പെടുത്തിക്കൊണ്ട് റെസിഡൻസിന് ആ ഗെയിൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. അതുമാത്രമല്ല അയാൾ ഔട്ട്പുട്ട് കുറയ്ക്കാനായിട്ട് താല്പര്യപ്പെടുകയുമില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് കൊയേഴ്സ് തിയറം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സ്റ്റേണാലിറ്റി ഉണ്ടായി, ആ എക്സ്റ്റേണാലിറ്റി നമ്മൾ റിസോൾവ് ചെയ്യണം, ഗവൺമെൻറ്റിനെ അതിൻ്റെ ഇടയിൽ കൊണ്ടുവരാനായിട്ട് പാടില്ല. അത് മാത്രമല്ല രണ്ട് പാർട്ടിക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള സൊല്യൂഷനും ആയിരിക്കണം കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് മാർജിനൽ ബെനിഫിറ്റ് ഇസ് ഈക്വൽ ടു മാർജിനൽ സോഷ്യൽ കോസ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ റെസിഡൻസിന് അല്ലെങ്കിൽ അവിടെ എക്സ്റ്റേണാലിറ്റി അനുഭവിക്കുന്ന ആൾക്ക് എന്തുണ്ടാവണം, അയാൾക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് അയാൾക്ക് കിട്ടാൻ പോകുന്ന നേട്ടത്തിനേക്കാളും കൂടുതലായിരിക്കണം. അയാൾക്ക് കിട്ടാൻ പോകുന്ന നേട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് അയാൾക്ക് ഉണ്ടായ നഷ്ടത്തിനേക്കാളും എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ. ഇത് നമ്മളിപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ ട്വിസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കേൾക്കുക. ഇനിയിപ്പം മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി കേൾക്കുക, ഇതെന്താണെങ്കിലും ക്ലിയർ ആക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിയറി. നമ്മളിപ്പോൾ എൻവയോൺമെൻറ്റൽ എക്കണോമിക്സിനാണ് ഇത് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. മേ ബി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈക്രോയുടെ കേസിൽ നമ്മുടെ എക്സ്റ്റേണാലിറ്റി കണ്ടീഷൻസ് ഓൾറെഡി നമുക്കറിയാം, മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാകുന്ന എക്സ്റ്റേണാലിറ്റി കൊണ്ടാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ചോദ്യം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് 5 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ 10 മാർക്കിന് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ. PG ഫോമിൽ ഞാനിത് ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാംസിന് ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കുക. ഇനി എന്തെങ്കിലും സംശയമോ ക്ലാരിഫിക്കേഷൻസോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഇനിയിപ്പം എന്തെങ്കിലും കാര്യം മനസ്സിലാവാത്തതായിട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ഒന്നെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ മെയിൽ ID മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്ലൈ മെയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എൻജോയ് ലേണിംഗ്. ഗോഡ് ബ്ലെസ് യു ഓൾ.